ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് സ്റ്റാർട്ടിങ് പ്രൊഡക്റ്റീവ്ലി ഫോർ 10th എന്നുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു വീഡിയോ ഞാൻ എടുക്കുന്നത് രാവിലെയാണ്. വേറൊന്നുമല്ല, ഞാൻ 8:30 വരെ ക്ലാസ്സൊക്കെ അറ്റൻഡ് ചെയ്തു, ഓൺലൈൻ ക്ലാസ്സൊക്കെ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാവിലെ 4 മണി 4:30 എണീറ്റേ കൊണ്ട് തന്നെ എനിക്ക് നല്ല ഉറക്കം വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനങ്ങനെ 10 മണി ഒക്കെ ആയ ടൈമിലേക്കും ഞാൻ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ കിടന്ന്. അപ്പോൾ സമാധാനമായി. ഉറങ്ങി എണീക്കുന്നതൊക്കെ ഒരു 11 മണിക്കാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ വിചാരിച്ചു ഒരു വ്ളോഗ് എടുക്കാമെന്ന്. സോ ഈ ഒരു വ്ളോഗിൻ്റെ കോണ്ടന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ സ്റ്റാർട്ടിങ് പ്രൊഡക്റ്റീവ്ലി ഫോർ 10th എന്നുള്ളൊരു കോണ്ടന്റ് ആണ് കേട്ടോ. അപ്പം ഈ ഒരു കോണ്ടന്റ് ഞാൻ തന്നെ ഉണ്ടാക്കിയതാണ്. അപ്പം എൻ്റെ മുടിയൊക്കെ ഒരുമാതിരി ഇരിക്കുകയാണ്, ഉറങ്ങി കിടക്കായിരുന്നല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ മുടിയുടെ കാര്യമൊന്നും പറയണ്ട, ഫുൾ അലങ്കോലമായിട്ടുണ്ട്. അപ്പോൾ മുടിയൊക്കെ ഒന്ന് കെട്ടി വെച്ച് റിഫ്രഷൊക്കെ ആവണം എന്നുണ്ട് കേട്ടോ. യൂഷ്വൽ ഞാൻ ചെയ്യുന്ന പോലെ തന്നെ നമ്മുടെ കട്ടൻസ് ഒക്കെ ഒന്ന് നീക്കിയിട്ടിട്ടുണ്ട്. അത് മാത്രമല്ല നമ്മുടെ വിൻഡോസ് ഓപ്പൺ ആക്കി കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പം ഇങ്ങനെ ഓപ്പൺ ചെയ്തിടുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നല്ല റിലീഫാണ്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കാറ്റൊക്കെ കയറും. എന്ന് വെച്ചാൽ നമ്മുടെ നാച്ചുറലായിട്ട് കിട്ടുന്ന ആ ഒരു വിൻഡോ ഒക്കെ കയറുമ്പോൾ നല്ല പ്രൊഡക്റ്റീവായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് തോന്നും കേട്ടോ. അപ്പോൾ അങ്ങനെ അതൊക്കെ ഓപ്പൺ ചെയ്തിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ പുറത്തിങ്ങനെ വണ്ടിയൊക്കെ പോകുന്ന നോക്കിയിരിക്കുകയായിരുന്നു കേട്ടോ ഞാൻ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ബെഡൊന്ന് മേക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബെഡ് ഫുൾ അലങ്കോലായിരുന്നു. ഞാൻ കിടക്കുമ്പോൾ എന്ന് പറയുമ്പോൾ ഭയങ്കര വലിയ സ്പേസ് എടുത്തിട്ടാണ് ഞാൻ ഉറങ്ങാറുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏകദേശം ബെഡ് നല്ല മെസ്സപ്പ് ആവാറുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു അതൊന്ന് ക്ലീൻ ചെയ്യാമെന്ന്. അങ്ങനെ ഭയങ്കരമായിട്ട് ക്ലീനിങ് ഒന്നുമില്ല, ഒന്ന് ഷീറ്റ് ഒന്ന് കറക്റ്റാക്കുക, അത് മാത്രമല്ല പില്ലോസ് ഒന്ന് കറക്റ്റാക്കി ഇട്ടിടുക. അപ്പോൾ അത്രയൊക്കെയുള്ളൂ ബെഡ് മേക്കിംഗ് എന്നൊക്കെ പറയുമ്പോൾ. അങ്ങനെ ഞാൻ ഈ ബെഡൊക്കെ ഒന്ന് മേക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ കുറേ പേര് എന്നെ എൻ്റെ പോർഷൻസൊക്കെ എവിടെ വരെ കവർ ആയിട്ടുണ്ടെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ മാത്സ് 12th ചാപ്റ്റർ എത്തി, സോളിഡ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ചാപ്റ്റർ എത്തി. പിന്നെ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, പിന്നെ ജോഗ്രഫി, ഹിസ്റ്ററി അതൊക്കെ സ്റ്റാർട്ടിങ് ചെയ്തിട്ടുള്ളൂ കേട്ടോ. എന്ന് വെച്ചാൽ ഒരു ചാപ്റ്ററിൻ്റെ പകുതിയോളം എത്തിയിട്ടുള്ളൂ. അങ്ങനെ ഞാൻ ലൈറ്റും ഫാനൊക്കെ ഓഫ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ പോകാൻ നിൽക്കുമ്പോഴാണ് ഗൈസ് എൻ്റെ മൊബൈൽ എടുത്തില്ല എന്നുള്ള കാര്യം അറിയുന്നത്. അപ്പോൾ ഞാൻ എവിടെ പോയാലും മൊബൈൽ കൊണ്ടുപോകാറുണ്ട് കേട്ടോ. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എവിടെയും അല്ല, ഇങ്ങനെ മൊബൈൽ കുത്തിയിടാൻ വേണ്ടിയിട്ട്, എന്ന് വെച്ചാൽ ചാർജിലിടാൻ വേണ്ടിയിട്ട് കേട്ടോ. ഞാനിവിടെ വീട്ടിൽ കുത്തിയിടാന്നാണ് പറയാറുള്ളത്. എന്തായാലും ചാർജിലിടാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതിന് ശേഷം മുടിയൊക്കെ ഒന്ന് കെട്ടുന്നുണ്ട്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല മുടിയൊക്കെ മെസ്സപ്പും ചെടയൊക്കെ പിടിച്ചെടുക്കുമായിരുന്നു. അപ്പോൾ ഞാൻ മുടി പോണിറ്റെയിലാണ് കെട്ടിയിട്ടുള്ളത്. എനിക്ക് പോണിറ്റെയിൽ നല്ല കംഫർട്ടായിട്ട് തോന്നിയിട്ടുണ്ട് കേട്ടോ. അപ്പം അങ്ങനെ പോണിറ്റെയിൽ കെട്ടിയിട്ടുണ്ട്. അപ്പോൾ ഒരു സമാധാനം കിട്ടിയെന്ന് പറയാം. അങ്ങനെ മുടിയൊക്കെ സെറ്റാക്കിയിട്ട് നേരെ ഞാൻ ലിപ് ബാം അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു. എൻ്റെ ഈ ഒരു ലിപ്സ് ആണെങ്കിൽ നല്ല പിഗ്മെൻറ്റഡ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു വാസ്ലിൻ അപ്ലൈ ചെയ്യാമെന്ന്. അപ്പോൾ വാസ്ലിൻ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എല്ലാവരും അറിയാമല്ലോ, മിക്കവരും അപ്ലൈ ചെയ്യുന്നൊരു സംഭവമാണ്. അപ്പോൾ ഞാനും വാസ്ലിൻ തന്നെയാണ് അപ്ലൈ ചെയ്യാറുള്ളത്. അങ്ങനെ അത് അപ്ലൈ ചെയ്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഒന്ന് സമാധാനത്തോട് കൂടി ഇരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ബോൾ എടുത്തിട്ടുണ്ടായിരുന്നു. ഇത് ബൗൺസിങ് ബോൾ പോലത്തെ ഒരു ബോളാണ്, നമുക്ക് സിറ്റിംഗ് ആയിട്ട് യൂസ് ചെയ്യാം. എന്ന് വെച്ചാൽ സിറ്റിംഗ് ബോൾ എന്നൊക്കെ പറയാം. അപ്പം അതെടുത്തിട്ടുണ്ടായിരുന്നു. ഇവിടെ ഞാനിങ്ങനെ ഇട്ടിരിക്കാറുണ്ട്, നല്ല അടിപൊളിയാണ് കേട്ടോ. അപ്പം ഞാനങ്ങനെ അതൊക്കെ ഇട്ടിട്ട് നേരെ നമ്മുടെ ചാനലൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുകയാണ്. ഈ ഒരു ടൈമിലാണ് ഞാൻ ചാനലൊക്കെ നോക്കാറുള്ളത്, അല്ലാത്ത ടൈമിൽ അങ്ങനെ നോക്കാറൊന്നുമില്ല. കമൻസിന് റിപ്ലൈ തരാത്ത എന്താണെന്ന് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ടൈം കിട്ടുന്നില്ല, അത് തന്നെയാണ് റീസൺ. അപ്പം ഇങ്ങനെ ഇത്തിരി ടൈം കിട്ടുമ്പോൾ മാത്രമേ എനിക്ക് നോക്കാൻ പറ്റാറുള്ളൂ. നിങ്ങളുടെ ഓരോ കമൻറ്റ്സൊക്കെ വായിക്കുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. അപ്പം ഞാൻ അങ്ങനെ കമൻറ്റ്സിനൊക്കെ റിപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഇന്നലെ ഇട്ടിട്ടുണ്ടായിരുന്ന Q&Aയിൽ അത്യാവശ്യം ഇത്തിരി കമൻറ്റ്സൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതൊക്കെ നോക്കിയിട്ട് എല്ലാവർക്കും റിപ്ലൈ കൊടുക്കണം കേട്ടോ. ഇപ്പോഴാണെങ്കിൽ നമുക്ക് യൂട്യൂബിൽ വേറൊരു അപ്ഡേറ്റ് വന്നിട്ടുണ്ടല്ലോ, വോയിസ് ആയിട്ട് നമുക്ക് റിപ്ലൈ കൊടുക്കാൻ പറ്റും. അപ്പം ഞാൻ അങ്ങനെ വോയിസ് ആയിട്ട് റിപ്ലൈ ചെയ്യാം കേട്ടോ. കുറേ ഇങ്ങനെ ലെങ്തി വരുന്ന ക്വസ്റ്റ്യൻസൊക്കെ ഞാനിങ്ങനെ വോയിസാണ് കൊടുക്കാറുള്ളത്, ടൈപ്പ് ചെയ്യാനുള്ള മടി കൊണ്ടാണ്. എന്തായാലും വോയിസ് വന്നത് നല്ലൊരു കാര്യമാണ്. അപ്പോൾ ഞാൻ അങ്ങനെ കൊടുത്തിട്ട് നേരെ നമ്മുടെ അതൊക്കെ സ്റ്റോപ്പ് ചെയ്ത് ഞാൻ വിചാരിച്ചു വെക്കേഷനായിട്ട് ഇതുവരെ ഞാൻ ഡ്രോയിങ്ങോ കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ടില്ല. റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയാലോ, നമ്മുടെ ട്യൂഷനും കാര്യങ്ങളൊക്കെ തന്നെ, പിന്നെ വെക്കേഷൻ എൻജോയ് ചെയ്യണം. അപ്പം അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ഇരുന്നു. അപ്പോൾ എന്തായാലും ഞാൻ വിചാരിച്ചു ഈ പ്രാവശ്യം മുതൽ ഡ്രോയിങ്ങൊക്കെ ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് ആർട്ട് ലൈൻ്റെ പെൻസിൽ ഷെയ്ഡിങ് ആണ് കേട്ടോ. എന്താ വെച്ചാൽ ഷെയ്ഡിങ് പെൻസിൽസ് ആണ്. ഇതിൽ ഫുള്ള് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഷെയ്ഡ്സാണ് വരുന്നത്, അല്ലാതെ ഒരുപോലത്തെ ഷെയ്ഡ്സ് അല്ല വരുന്നത്. അപ്പം അങ്ങനെ അത് എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ആണെങ്കിൽ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഡ്രോയിങ് ബുക്ക് എടുത്തിട്ടുണ്ടായിരുന്നു, A4 ആണ് കേട്ടോ. ഒരു ഷെയ്ഡിങ് പെൻസിൽസിന് 70 rupees ആയിരുന്നു കേട്ടോ. ആർട്ട് ലൈൻ്റെ ആയതുകൊണ്ട് നല്ല ക്വാളിറ്റി ഉണ്ടായിരുന്നു. പിന്നെ ഡോംസിൻ്റെ ഒക്കെ ഉണ്ട് എൻ്റെ അടുത്ത്, പക്ഷേ ഡോംസ് അധികം എഫക്റ്റീവ് അല്ല. എനിക്ക് ആർട്ട് ലൈനാണ് ഇത്തിരി കൂടി അടിപൊളിയായിട്ട് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഞാൻ ആർട്ട് ലൈൻ വെച്ചിട്ടാണ് ഡ്രോയിങ്സ് ഒക്കെ ചെയ്യാറുള്ളത്. പിന്നെ ആണെങ്കിൽ ഈ ഒരു A4 സ്കെച്ച് ബുക്കിന് 170 rupees ആണ് കേട്ടോ. അപ്പം ഈ ഒരു റുപ്പീസിന് ഇത് വർത്താണോ എന്ന് വെച്ചാൽ കുഴപ്പമില്ല. കാര്യം 50 ഷീറ്റ്സ് ഉള്ളൂ, പക്ഷേ ക്വാളിറ്റി പേജസിൻ്റെ ഭയങ്കര വലുതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അതിൽ
സാറ്റിസ്ഫൈഡ് ആണ്. എന്നാലും റേറ്റ് വൈസ് നോക്കുമ്പോൾ ഇത്തിരി കൂടുതലാണ് 170 എന്നൊക്കെ പറയുമ്പോൾ. ഇനി ഞാൻ എൻ്റെ ബാക്കിയുള്ള ഡ്രോയിങ് ഒന്ന് കംപ്ലീറ്റ് ആക്കാണ് കേട്ടോ. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ ഒരു ഡ്രോയിങ് വരച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ബാക്കി ഞാൻ പെൻഡിങ് വെക്കാറുണ്ട്, എല്ലായ്പ്പോഴും അങ്ങനെ വെക്കാറുണ്ട്. അപ്പോൾ ഏകദേശം വെക്കുകയാണെങ്കിൽ തന്നെ നല്ല ലോങ് ആവാറുണ്ട്. എന്ന് വെച്ചാൽ ഞാൻ ഇങ്ങനെ ചെയ്ത് എനിക്ക് മടിയാവും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഡ്രോയിങ്ങിൻ്റെ ഹാഫ് നിർത്തി കഴിഞ്ഞാൽ ബാക്കി ഹാഫ് ചെയ്യാനായിട്ട് നല്ല ലോങ് ആവും. എന്ന് വെച്ചാൽ ടൈം നല്ല ലോങ് ആയിട്ട് ഞാൻ ചെയ്യുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പ്രാവശ്യം അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇപ്പം തന്നെ എന്താ പറയുക ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഡ്രോയിങ് ചെയ്ത ടൈമിൽ ഞാനിങ്ങനെ ദൂരത്ത് ഇങ്ങനെ വെച്ച് നോക്കുകയാണ്. കാര്യം എനിക്ക് ലോങ് ഡിസ്റ്റൻസിൽ വയ്ക്കുമ്പോഴാണ് ഡ്രോയിങ്ങിന് എന്തെങ്കിലും തെറ്റോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാട്ടിത്തരാം കേട്ടോ. ഞാൻ വരച്ച ഡ്രോയിങ് ഇതാണ്. അപ്പം എങ്ങനെയുണ്ടെന്ന് പറയാം. ഈ ഒരു ലൈറ്റ് കാരണം കാണാൻ പറ്റുന്നില്ല. എന്ന് വെച്ചാൽ നമ്മുടെ ഫോണിൻ്റെ ലൈറ്റ് കാരണം ഇതിൽ വിസിബിൾ അല്ല അധികം, എന്നാലും കുഴപ്പമില്ലാതെ കാണാൻ പറ്റുന്നുണ്ട്. അപ്പം ഞാൻ സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഞാൻ വരച്ച ഡ്രോയിങ്. എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. കുഴപ്പമില്ലല്ലേ? പിന്നെയാണെങ്കിൽ ഞാൻ വേറെ കുറേ ഡ്രോയിങ്സൊക്കെ വരച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ ഇത്തിരി കാട്ടാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഇത്രയും ഡ്രോയിങ്സ് അല്ല, ഇനിയും ഡ്രോയിങ്സ് ഉണ്ട് അതിൽ. അപ്പോൾ ഈ ഒരു കോഴീനെ ഞാൻ വരച്ചതാണ്. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടമായത് ഈ ഒരു സൺഫ്ലവറാണ്. നല്ല റിയലിസ്റ്റിക് ആയിട്ട് തോന്നിയിട്ടുണ്ട്. അപ്പം ഈ ഒരു സൺഫ്ലവറും ഞാൻ വരച്ചതാണ്. അപ്പോൾ എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക കേട്ടോ. ആണെങ്കിൽ ക്ലിയർ ആയില്ലെന്ന് വിചാരിച്ചിട്ട് പിന്നെയും ക്ലിയർ ആയിട്ടൊക്കെ കാട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സൺഫ്ലവർ അത്യാവശ്യം അടിപൊളിയായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. ഞാൻ വരച്ചതിൽ എനിക്ക് മോസ്റ്റ് ഇഷ്ടമായതാണ് കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങനെ അതൊക്കെ നോക്കിയതിന് ശേഷം നേരെ എൻ്റെ ഡെസ്കിൽ പോയിട്ട് എന്തെങ്കിലും ചെയ്യാമെന്ന് വിചാരിച്ചു. ലൈക്ക് ക്രോഷറ്റ്. അപ്പം അത് ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ടായിരുന്നു. അതിന് മുമ്പ് ഞാൻ നമ്മുടെ വീഡിയോസ് ഐഡിയാസൊക്കെ എഴുതി വെക്കുന്ന ബുക്ക് എടുത്തിട്ട് അതിൽ ഹൈലൈറ്റർ വെച്ചിട്ട് ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഓരോ കാര്യങ്ങളും ഞാൻ എഴുതി വെച്ചിട്ടുണ്ടായിരുന്ന ഓരോ കാര്യങ്ങളും ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, വീഡിയോ ഐഡിയാസൊക്കെ ഞാൻ ചെയ്തതിന് ശേഷം അത് ചെയ്തു എന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ട് ഹൈലൈറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ സാധാരണ അതുപോലെ തന്നെ ഞാൻ ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു ബുക്ക് നല്ല യൂസ്ഫുള്ളാണ്. ഞാൻ അഴീക്കോട് ബീച്ചിൽ പോയ ടൈമിൽ മേടിച്ചതാണ് കേട്ടോ ഈ ഒരു നോട്ട് പാഡ്. ഈ ഒരു നോട്ട് പാഡിൽ നമുക്ക് എഴുതി വെച്ച് കഴിഞ്ഞാൽ പിന്നെ വീഡിയോ ഐഡിയാസൊക്കെ ഷടേന്ന് കിട്ടും. അപ്പം അങ്ങനെ ഹൈലൈറ്റ് ചെയ്തതാണ് കേട്ടോ ഞാനിപ്പോൾ കാട്ടിയത്. ഓക്കെ ഗൈസ്, എന്തായാലും ഇതിൻ്റെ ലിങ്ക് ഞാൻ ടാഗ് ചെയ്ത് കൊടുത്തേക്കാം കിട്ടുവാണെങ്കിൽ. സോ അങ്ങനെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ നേരെ ക്രോഷിയുടെ പണിയിലോട്ട് കിടന്നു. അപ്പോൾ ക്രോഷറ്റ് എന്ന് പറയുമ്പോൾ വേറെ ഒന്നും ഉണ്ടാക്കാൻ തുടങ്ങിയിട്ടില്ല ഇതുവരെ. എനിക്ക് നല്ല എന്താ പറയുക, ആ സ്റ്റിച്ചൊന്നും പഠിച്ച് തരാമണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു സ്റ്റിച്ച് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. എനിക്കാണെങ്കിൽ ആ സ്റ്റിച്ച് ചിലപ്പോഴൊക്കെ തെറ്റിപ്പോവും. ഒന്ന് പെർഫെക്റ്റ് ആയിട്ട് എനിക്കത് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ ഞാൻ അടുത്ത സ്റ്റേജിലോട്ട് പോവും. അപ്പം ഇപ്പം ഞാൻ ക്രോഷിയിൽ ആ ഒരു മെയിൻ സ്റ്റിച്ച് തന്നെയാണ് നോക്കുന്നത്. കാര്യം അതിൽ ചെയ്യുന്ന ടൈമിൽ ഇത്തിരി സ്റ്റക്കിങ് ഒക്കെ വരുന്നുണ്ട്. അപ്പം അത് ഇനി വരാതിരിക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക, അത് തന്നെയാണല്ലോ ഉള്ളത്. അപ്പം ഞാൻ അത് തന്നെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എനിക്കാണെങ്കിൽ ഇഷ്ടമാണ് കേട്ടോ, ക്രോഷിയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഇഷ്ടമാണ്. പക്ഷേ തെറ്റിപ്പോയി കഴിഞ്ഞാലുള്ള ആ ഒരു ഇത് മാത്രമേ ഉള്ളൂ. എനിക്ക് ക്ഷമ അങ്ങനെ ഇല്ല. സാധാരണ എല്ലാവർക്കും നല്ല ക്ഷമ ഉണ്ടാവാറുണ്ട്. പക്ഷേ എനിക്ക് അങ്ങനെ ക്ഷമയൊന്നും ഇല്ല. ഞാനിങ്ങനെ പെട്ടെന്ന് എങ്ങനെയെങ്കിലും കിട്ടണം എന്നുള്ള ഒരു മൈൻഡ് സെറ്റിൽ ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പ്രാവശ്യം ക്ഷമയൊക്കെ വരുത്തിയിട്ട് സാവധാനമാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്നാലും കുറേ തെറ്റുകളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. സോ അതൊക്കെ ഞാൻ എന്താ പറയുക ശരിയാക്കി പോകുന്നു. പിന്നെയാണെങ്കിൽ കുറേ പേര് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു SSLCക്ക് ട്യൂഷൻ എവിടെയാണ് എടുക്കുന്നതെന്നുള്ളത്. ഞാൻ ന്യൂട്ടൻസ് എന്ന് പറഞ്ഞിട്ട് എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഓഫ്ലൈൻ സെൻറ്ററിലാണ് കേട്ടോ റെഗുലറായിട്ട് ട്യൂഷന് പോകുന്നത്. ഇപ്പം ഞാൻ റെഗുലർ ട്യൂഷൻ അറ്റൻഡ് ചെയ്യുന്നത് ഓൺലൈനായിട്ടാണെങ്കിലും ജൂൺ മുതലായിരിക്കും ഞാൻ ഓഫ്ലൈനായിട്ട് പോകുന്നുണ്ടാവാം. ജൂൺ മുതൽ ഓഫ്ലൈനാണ്, അല്ലാത്ത ടൈം ഓൺലൈനാണ്. എന്ന് വെച്ചാൽ ഈ ഒരു വെക്കേഷൻ ഫുൾ ഓൺലൈനാണ്. പക്ഷേ ജൂൺ മുതൽ ഓഫ്ലൈൻ ആക്കിയിട്ട് ഞാൻ പോകുന്നതായിരിക്കും. പിന്നെയാണെങ്കിൽ വേറെ കുറേ പേര് ചോദിച്ചൊരു കാര്യമായിരുന്നു എൻ്റെ യൂട്യൂബിനെ പറ്റി കാര്യങ്ങൾ. എന്തായാലും അതൊക്കെ ഞാൻ വേറൊരു വീഡിയോ ഇട്ട് സെപ്പറേറ്റ് ഇടാം കേട്ടോ. ഞാനിങ്ങനെ ഇടാമെന്ന് പറയുന്നുണ്ട്. ഡെഫിനറ്റ്ലി എന്തായാലും ഇടാൻ വേണ്ടിയിട്ട് നോക്കാം. അപ്പം ഞാൻ അങ്ങനത്തെ ക്രോഷി ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ഈ കാണുന്നത്. എനിക്ക് തോന്നുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ യാൺസ് ആയത് കൊണ്ട് തന്നെ ഇതുപോലെ നൂലിങ്ങനെ സ്പ്ലിറ്റ് ചെയ്യുന്നുണ്ട്. അതെനിക്ക് ഒട്ടും ഇഷ്ടമായില്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നൂല് സ്പ്ലിറ്റ് ചെയ്യുന്ന ടൈമിൽ ഒരു നൂല് സെപ്പറേറ്റ് വരുമ്പോൾ അതുകൂടി ഞാൻ എടുത്തിങ്ങനെ വലിക്കും. അപ്പം ആ ടൈമിൽ ഒരു കടുങ്കെട്ടൊക്കെ വീഴും. അപ്പം അതുകൊണ്ട് തന്നെ ഈ വലിയ യാൺസ് മേടിക്കുമ്പോൾ ഒരു പണി എന്ന് പറയുന്നത് ഇത് മാത്രമാണ്, ഇങ്ങനെ നൂലിങ്ങനെ സ്പ്ലിറ്റ് ആവാന്നുള്ളത്. അപ്പം ഇത് വലിയൊരു പ്രശ്നമാണ്. എന്തായാലും ഞാൻ അവിടെ വെച്ച് തന്നെ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട്. എന്തായാലും അതൊക്കെ കഴിഞ്ഞതിന് ശേഷം പഠിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഒരു ദിവസം ശരിക്കും 10th സ്റ്റാർട്ടിങ് ഒക്കെ ആണല്ലോ ഇനി മുതൽ. എന്ന് വെച്ചാൽ ജൂൺ മുതൽ സ്റ്റാർട്ടിങ് ആയതുകൊണ്ട് തന്നെ അതിന് മുമ്പ് തന്നെ ഞാൻ എടുക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു സ്റ്റാർട്ടിങ് പ്രൊഡക്റ്റീവ്ലി ഫോർ 10th എന്നുള്ള വീഡിയോ. എന്തായാലും ഇപ്പോൾ എടുക്കാൻ പറ്റി.
പ്രൊഡക്റ്റീവ് എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് മെയിനായിട്ട് ഇങ്ങനെയൊക്കെയാണ് തോന്നാറുള്ളത് കേട്ടോ. അല്ലാതെ വേറെ അങ്ങനെ പ്രത്യേകിച്ച് എനിക്ക് ഭയങ്കര പ്രൊഡക്റ്റീവായിട്ടൊന്നും തോന്നാറില്ല. ഇതൊക്കെയാണ് ഞാൻ ഡെയിലി ആയിട്ട് ഫോളോ ചെയ്യാറുള്ള റൂട്ടീൻസും കാര്യങ്ങളൊക്കെ. ആണെങ്കിൽ പുറത്തൊക്കെ പോയി കഴിഞ്ഞാൽ ഇത്രയെങ്കിലും വ്യത്യാസമൊക്കെ ഉണ്ടാവും. അല്ലാത്ത ടൈമിൽ ഞാൻ ഇങ്ങനെയൊക്കെ തന്നെയാണ് എൻ്റെ റൂട്ടീൻസും അതുപോലെ തന്നെ ഡെയിലി വ്ളോഗ്സും കാര്യങ്ങളൊക്കെ ഞാൻ ഇങ്ങനെയാണ് കൊണ്ടുപോകുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് പഠിക്കാനായിട്ട് എനിക്ക് സോളിഡിൻ്റെ ചാപ്റ്റർ ഉണ്ടായിരുന്നു. കാര്യം സോളിഡ് ചാപ്റ്റർ എന്ന് പറയുമ്പോൾ 12th ചാപ്റ്ററാണ് മാത്സിലെ. അപ്പോൾ ലാസ്റ്റത്തേന് മുമ്പത്തെ ചാപ്റ്ററാണ് കേട്ടോ സോളിഡ്സ്. ഇത് വലിയ ചാപ്റ്ററാണ്, അത്യാവശ്യം കുറേ ഇക്വേഷൻസ് പഠിക്കാനുണ്ട്. അപ്പോൾ കോൺസും സിലിണ്ടർ എന്ന് പറഞ്ഞിട്ടുള്ള ടോപ്പിക്കിൽ വരുന്നത് എനിക്ക് നാളെ എക്സാം ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അത് ചെയ്ത് പഠിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അത് ചെയ്ത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ കുറേ പേര് ചോദിച്ചിട്ടുള്ള ഒരു കാര്യമായിരുന്നു മാത്സ് എന്താണ് ഇത്രക്ക് സ്പീഡിൽ പോകുന്നതെന്നുള്ളത്. ഞാൻ പറയാലോ ഗൈസ്, ക്രാഷ് കോഴ്സ് എന്ന് പറയുന്ന സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 മാസത്തിനുള്ളിൽ നമ്മുടെ മാത്സ് ഫുള്ള് കംപ്ലീറ്റ് ചെയ്യണം എന്നുള്ളതാണ്. അത് ശരിക്കും ഞാനിപ്പോൾ പഠിച്ചാക്കുന്നത് ഫുൾ പെർഫെക്റ്റ് ആണെന്ന് ഞാൻ പറയില്ല. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രക്ക് സ്പീഡിൽ പോകുമ്പോൾ ആർക്കായാലും കിട്ടൂല അധികമൊന്നും. അപ്പോൾ അതുകൊണ്ട് തന്നെ പെർഫെക്റ്റ് ആണെന്ന് ഞാൻ പറയുന്നില്ല. എന്നാലും ഓക്കെ ആയിട്ട് എനിക്ക് കിട്ടുന്നുണ്ട് കാര്യങ്ങൾ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ റെഗുലർ ട്യൂഷൻ അറ്റൻഡ് ചെയ്യുന്നുണ്ടല്ലോ. റെഗുലർ ട്യൂഷൻ അറ്റൻഡ് ചെയ്യുന്ന ടൈമിൽ എക്സാമിനൊക്കെ എനിക്ക് അത്യാവശ്യം മാത്സ് പെട്ടെന്ന് തന്നെ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ട്. അപ്പം അതിലൊക്കെ എനിക്ക് ഒത്തിരി സന്തോഷം മാത്രമേ ഉള്ളൂ. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ക്രാഷ് കോഴ്സിൻ്റെ ഒരു റിസൾട്ട് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ ക്രാഷ് കോഴ്സ് അറ്റൻഡ് ചെയ്തു, പിന്നെ റെഗുലർ ട്യൂഷൻ അറ്റൻഡ് ചെയ്തു, പിന്നെ ക്ലാസ്സിലെടുക്കുന്നുണ്ട്, പിന്നെ റിവിഷൻ അങ്ങനെയൊക്കെ വരുമ്പോൾ ഏകദേശം ഒരു 5 റിവിഷൻസ് കംപ്ലീറ്റ് ആവും. അപ്പോൾ എനിക്ക് മാത്സ് നല്ല ഈസി ആയിട്ട് തന്നെ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അതുകൊണ്ടാണ് ഞാൻ ശരിക്കും ക്രാഷ് കോഴ്സിന് ചേർന്നിട്ടുള്ളത് കേട്ടോ. അങ്ങനെ അതൊക്കെ പഠിച്ചതിന് ശേഷം നമ്മുടെ വ്ളോഗ് വൈൻഡപ്പ് ചെയ്യാണ്. എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു വ്ളോഗ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒന്നും മറക്കണ്ട. അടുത്ത വീഡിയോ സജഷൻസും കമൻറ്റ് ഇടുക. അപ്പോൾ ടാറ്റാ കേട്ടോ.